ഏഷ്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ഉപഭൂഖണ്ഡമാണല്ലോ അറേബ്യ എന്നത്. തെക്ക് അറബിക്കടലും പടിഞ്ഞാറ് ചെങ്കടലും കിഴക്ക് പേർഷ്യൻ ഉൾക്കടലും വടക്ക് സിറിയൻ മരുഭൂമിയൊക്കെ ആയിട്ടാണല്ലോ അറേബ്യൻ ഉപഭൂഖണ്ഡം നിലനിൽക്കുന്നത്. സൗദി അറേബ്യ, യമൻ, UAE തുടങ്ങി പല രാജ്യങ്ങളും ഈ മേഖലയിലുണ്ട്. ഇതിൽ തന്നെ ആധുനിക കാലത്ത് പല രാജ്യങ്ങളും എണ്ണപ്പണം കൊണ്ട് സമ്പന്നമായ രാഷ്ട്രങ്ങളുമാണ്. സ്വാഭാവികമായും ആധുനിക കാലത്ത് ഈ മേഖലകൾക്ക് ലോകഭൂപടത്തിൽ വലിയ പ്രാധാന്യവുമുണ്ട്. എന്നാൽ അതിനേക്കാളുമൊക്കെ ഉപരിയായി ലോകത്തുള്ള മതങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ ഇസ്ലാം മതത്തിൻ്റെ തുടക്കം സൃഷ്ടിക്കപ്പെട്ട മേഖല എന്നതുകൊണ്ട് തന്നെ അറേബ്യയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അതിനു മുന്നേയും പിന്നെയും എന്ന നിലയിൽ നീണ്ടു നിൽക്കുന്ന ഒരു ചരിത്രവുമുണ്ട്. ഈ വീഡിയോയിലൂടെ അത്തരം പരിശോധനകളാണ് നടത്തുന്നത്. പൊതുവിൽ നമ്മൾ അറേബ്യയെ നോക്കിക്കാണുമ്പോൾ മിക്ക പ്രദേശങ്ങളും ഉണങ്ങി വരേണ്ട മരുപ്രദേശങ്ങളായിട്ടാണല്ലോ പറയാറ്. അത് സത്യവുമാണ്. ചരിത്രകാലത്ത് ഹീബ്രു, അരാമിക് ഭാഷകളൊക്കെ സംസാരിക്കുന്നവർക്കിടയിൽ അറബ് എന്ന പദത്തിന് മരുഭൂമി അല്ലെങ്കിൽ വരണ്ട പ്രദേശം എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ ഉണ്ടായിരുന്നതായി കാണാം. അതുകൊണ്ടുകൂടിയാവാം വരണ്ട ദേശം എന്നർത്ഥം വരുന്ന അറേബ്യയായി ഇത് മാറിയത്. ഇത്തരത്തിലുള്ള ഈ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി പരിശോധിച്ചാൽ 3/4 ഭാഗവും വരണ്ട ദേശങ്ങളാണെന്ന് തന്നെ പറയുകയും ചെയ്യാം. അപ്രകാരമുള്ള ഒരു ദേശത്ത് കൃഷിയുടെ സാധ്യതകളും വളരെയേറെ കുറയും. ജലദൗർലഭ്യവും വരണ്ട കാലാവസ്ഥയും കൊണ്ട് അതിപുരാതന കാലം മുതൽ തന്നെ അറബികൾ കൃഷിയേക്കാളേറെ മൃഗങ്ങളെ വളർത്തുന്നതിലും വ്യാപാരമൊക്കെ നടത്തുന്നതിലുമാണ് കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഇതുകൊണ്ടുകൂടിയാണ് അറേബ്യൻ മേഖലയിലെ മിക്ക ഗോത്രവിഭാഗങ്ങളും നാടോടി ജീവിതമൊക്കെ നയിച്ചതിൻ്റെ ഒരു കാരണവും. 1900 കാലം വരെയെങ്കിലും അറബികളിൽ വലിയൊരു വിഭാഗം ജനതയും ഈ ഒരു രീതി പിന്തുടർന്നവരായിരുന്നു എന്നുകൂടി പറയാം. അങ്ങനെയെങ്കിൽ ചരിത്രകാലത്ത് അറേബ്യൻ മേഖലയിൽ നിലകൊണ്ടിരുന്ന വികാസം പ്രാപിച്ചു വരുന്ന ജനതയെപ്പറ്റിയും വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. അവിടെ ജീവിച്ചിരുന്ന സ്വാഭാവിക ജനവിഭാഗങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ പല കാലങ്ങളിലായി അവിടേക്ക് കടന്നു വന്ന ഒട്ടനവധി വർഗ്ഗക്കാരും ഉണ്ടായിട്ടുണ്ടാവാം. പൊതുവെ സെമിറ്റിക് എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് അറബികൾ എന്നുകൂടി പറയാം. പുരാതന യഹൂദർ, അസീറിയക്കാർ, ഫിനീഷ്യർ, കാർത്തേജുകാർ എന്നിവരൊക്കെ അതിൽപ്പെടുന്നവരുമാണ്. ഏതായാലും മുഹമ്മദ് നബിയുടെ കാലത്തിന് മുന്നേ വെറും നാടോടി വർഗ്ഗങ്ങൾ മാത്രം താമസിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു അറേബ്യ എന്ന വാദഗതി ആധുനിക കാലത്ത് ഒരിക്കലും ശരിയല്ലെന്ന് കാണാവുന്നതാണ്. പല പല ചരിത്ര പഠനങ്ങളിലായി ശിലായുഗം മുതൽ തന്നെയുള്ള മനുഷ്യ സാന്നിധ്യമൊക്കെ ഇവിടെ കണ്ടെത്തിയിട്ടുമുണ്ട്. പ്രാചീന കാൽഡിയൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ മേഖലകളിലേക്ക് ആദ്യമായി കുടിയേറിയ വിഭാഗങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നു. വെറുമൊരു ജനവിഭാഗം എന്നതിലുപരി പരിഷ്കാരം നേടിയെടുത്തിരുന്ന ഒരു സമൂഹം തന്നെ സൃഷ്ടിച്ചിരുന്ന കൂട്ടമായി ഇവരെ കണക്കാക്കുന്നു. അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ തെക്കൻ അറേബ്യയിൽ ഇപ്പോഴുമുണ്ട്. അതുപോലെ തന്നെ ഇവർ ഈജിപ്തിലേക്കും മെസപ്പൊട്ടോമിയയിലേക്കും വരെ ബന്ധങ്ങൾ സ്ഥാപിച്ചിരുന്നതായും കാണാവുന്നതാണ്. ഇത്തരത്തിൽ ചുരുങ്ങിയത് 5000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ അറേബ്യയുടെ പല മേഖലകളിലും ജനവാസ കേന്ദ്രങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങുകയും ഭൂപ്രകൃതി അനുസരിച്ചും മനുഷ്യ വ്യത്യാസങ്ങളൊക്കെ അനുസരിച്ചും പലതായി നിന്നിരുന്ന ഈ മേഖലകളിൽ പലതരം നാഗരികതകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും പല വിഭാഗവും മറ്റൊരാളുടെ ആക്രമണം കൊണ്ടോ പ്രദേശത്തിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടോ പലപ്പോഴും നശിപ്പിക്കപ്പെടുകയുമുണ്ടായി. യമൻ മേഖലകളിൽ 3000 വർഷങ്ങൾ മുന്നേ തന്നെ ഒരു നാഗരികതയൊക്കെ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ വളരെയേറെ തെളിവുകൾ ലഭ്യവുമാണ്. അതുപോലെ തന്നെ അറേബ്യയിലെ ഖുറയത്ത് മേഖലയിലും ഒരു നാഗരികത സൃഷ്ടിക്കപ്പെട്ടതായി കാണാം. മെഗാൻ എന്ന തലസ്ഥാനത്തോടുകൂടി തെക്കു പടിഞ്ഞാറെ അറേബ്യയിൽ 4500 വർഷങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്ന ഒരു രാജ്യത്തെപ്പറ്റി ബാബിലോണിയൻ ശിലാരേഖകളിൽ പറയുന്നുണ്ട്. ആധുനിക കാലത്ത് ഈ നഗരം എവിടെയാണെന്ന് കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുമില്ല. അറേബ്യയുടെ അതിവിശാലമായ ഭൂപ്രകൃതിയിൽ ആ നഗരം എവിടെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് മാത്രം. ചരിത്ര വഴികളിൽ അറേബ്യയുടെ മേഖലകളിൽ ഇത്തരത്തിൽ പലതരം ജനവിഭാഗങ്ങളും സംസ്കാരങ്ങളും നാഗരികതകളും നിലവിലുണ്ടായിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു തന്നെ പറയാം. ഇനി ചരിത്രപരമായി വിശകലനം ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ അറേബ്യൻ മേഖലയെ പ്രധാനമായും 4ആയി തരംതിരിക്കാറുണ്ട്. ദക്ഷിണ അറേബ്യ, മധ്യ അറേബ്യ, പൂർവ്വ അറേബ്യ, ഉത്തര അറേബ്യ എന്നിങ്ങനെയാണത്. ചരിത്ര വഴികളിൽ ഓരോ സമയവും ഈ മേഖലകളിലൊക്കെ ഓരോ രാജവംശങ്ങൾ ഉണ്ടാവുന്നതിനും അതുപോലെ തന്നെ നശിക്കുന്നതിനുമൊക്കെ ചരിത്രം സാക്ഷിയായിട്ടുണ്ട്. ദക്ഷിണ അറേബ്യയുടെ കാര്യം തന്നെ നോക്കാം. ഇന്നത്തെ യമൻ, ഒമാൻ മേഖലകളാണല്ലോ ദക്ഷിണ അറേബ്യൻ മേഖലകളായി വരുന്നത്. അതിൽ തന്നെ യമൻ മേഖലകൾ എന്നത്
പലയിടത്തും മികച്ച ഭൂപ്രകൃതിയുള്ള ഇടവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ ആദ്യകാലങ്ങളിൽ തന്നെ നാഗരികതകൾ സൃഷ്ടിക്കപ്പെടുകയും അതൊരു ഭരണതലങ്ങളൊക്കെയുള്ള രാഷ്ട്രങ്ങളായി മാറുകയും ചെയ്തിരുന്നു. അറേബ്യയുടെ മറ്റു മേഖലകളെ അപേക്ഷിച്ച് വർദ്ധിച്ച ജലസേചന വഴികളും ഇവിടെ ഉണ്ടായിരുന്നു. അപ്രകാരം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളെപ്പറ്റിയും അവിടെയുള്ള സംസ്കാരങ്ങളെപ്പറ്റിയുമൊക്കെ ഗ്രീക്ക്, ലാറ്റിൻ ഭാഷകളിൽ ഉൾപ്പെടെ പല രീതിയിൽ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന പോലെ തന്നെ ഇന്ത്യൻ മേഖലകളുമായും ആഫ്രിക്കൻ മേഖലകളുമായും ഇവർ കച്ചവടവും നടത്തിയിരുന്നു. ദക്ഷിണ അറേബ്യയിൽ മായിൽ, സാബ, കട്ടാവാൻ, ഹദ്രമത്ത് തുടങ്ങിയ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണാവുന്നതാണ്. ഇന്ന് ഈ മേഖലകളിലൊക്കെയുള്ള പല നഗരങ്ങളും ആ കാലത്ത് തന്നെ ഈ രാജ്യങ്ങളുടെ നിർണായക മേഖലകളായി നിലവിലിരുന്നവയുമാണ്. ഇപ്പോഴത്തെ യമൻ അന്ന് സാബ എന്നറിയപ്പെട്ടിരുന്നു. ഈ മേഖലകളിലെ ഏറ്റവും ശക്തമായ രാജ്യവും സാബ തന്നെയായിരുന്നു. ബൈബിളിൽ ഷേബ രാജ്യത്തെപ്പറ്റിയും പറയുന്നുണ്ടല്ലോ. അവിടുത്തെ രാജ്ഞി യഹൂദരുടെ രാജാവായ സോളമനെ ചെന്ന് കണ്ട കഥ പഴയ നിയമത്തിലൊക്കെ പറയുന്നുണ്ട്. ഈ മേഖലകളിൽ നിന്ന് പല സാധനങ്ങൾ കയറ്റി അയച്ചിരുന്നതുമായി ബന്ധപ്പെട്ട് ഇവരുടെ വ്യാപാര മേഖല ഇന്ത്യ മുതൽ യൂറോപ്പ്, ആഫ്രിക്കൻ മേഖലകൾ വരെ വ്യാപിച്ചിരുന്നതായും കാണാവുന്നതാണ്. ഒരു കാലത്ത് ഇന്ത്യൻ മേഖലകളിലേക്കുള്ള വ്യാപാരത്തിൻ്റെ നിർണായക ഇടമായും ഈ മേഖലകൾ നിലകൊണ്ടിരുന്നു. റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറിയ ഈജിപ്തും ഇന്ത്യൻ മേഖലകളും തമ്മിൽ നേരിട്ട് വ്യാപാരം വന്നപ്പോൾ ഇവർ അതിനെ എതിർക്കുകയുമുണ്ടായി. സ്വാഭാവികമായും ഇതിനെ തുടർന്ന് ഇവർക്ക് പല ആക്രമണങ്ങളെയും നേരിടേണ്ടതായി വന്നു. AD 275 മുതൽ സാബ ഭരിച്ച യാസിർ യുഹാനിം എന്ന രാജാവ് ദക്ഷിണ അറേബ്യയിലെ മറ്റു മേഖലകളടക്കം കൂട്ടിച്ചേർത്തുകൊണ്ട് സുശക്തമായ ഒരു രാഷ്ട്രം തന്നെ സൃഷ്ടിച്ചതായി പറയുന്നുണ്ട്. അപ്രകാരം ചെറുകിട രാജ്യങ്ങളൊക്കെ മാറി അവിടെ ഒരു സാമ്രാജ്യം തന്നെ സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ പിൽക്കാലത്ത് പേർഷ്യൻ ആക്രമണത്തിൽ ഈ ഒരു സാമ്രാജ്യമൊക്കെ തകരുകയുണ്ടായി. അതോടെ ദക്ഷിണ അറേബ്യയിൽ രാജ്യമെന്ന നിലയ്ക്കുള്ള കേന്ദ്രീകൃത ഭരണമൊക്കെ നഷ്ടപ്പെടുകയും വീണ്ടും ഗോത്രതലങ്ങളുള്ള പല പല വിഭാഗങ്ങളായി ആ മേഖലകൾ മാറുകയും ചെയ്തു. ഇത്തരത്തിലുള്ള വ്യത്യസ്ത ഗോത്രങ്ങൾക്ക് പല ദേവതകളും ദൈവങ്ങളുമൊക്കെ ഉണ്ടായിരുന്നതായി കാണാം. അതിൽ തന്നെ അമീർ എന്ന ഗോത്രക്കാർ സമാവി എന്ന ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്നവരാണെന്നും പറയുന്നുണ്ട്. വീണ്ടും കാലം മുന്നോട്ട് പോയപ്പോൾ റോമൻ മേഖലകളിൽ നിന്ന് ക്രിസ്ത്യൻ മിഷണറിമാരൊക്കെ ദക്ഷിണ അറേബ്യയുടെ മേഖലകളിൽ എത്തുകയും അവർ പലരെയും ക്രിസ്തുമതത്തിൽ ചേർക്കുകയുമുണ്ടായി. ഈ സമയത്തൊക്കെ തന്നെയും ജൂത വിഭാഗങ്ങളും ഇവിടെ വളർന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. 7-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിൻ്റെ കാലം വരെയും ഇതങ്ങനെ തുടർന്നു എന്നും പറയാം. അറബി സംസ്കാരത്തിൻ്റെ നിർണായക മേഖലകൾ എന്ന് പറയുന്ന ഉത്തര മധ്യ അറേബ്യൻ മേഖലകളിലും ഇത്തരത്തിൽ തന്നെയുള്ള ചരിത്രമൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഈ മേഖലകളിൽ ജീവിച്ചിരുന്നവരും വ്യാപാര ബന്ധം പല ദേശങ്ങളുമായി നടത്തിയിരുന്നു എന്നതിന് കൃത്യമായ തെളിവുകളുണ്ട്. ഈ മേഖലകളിലെ പ്രധാനപ്പെട്ട വിഭാഗങ്ങളായിരുന്നു താമൂദ്, ലിഹ്യാനൈറ്റ് പോലുള്ളവർ. 4-ാം നൂറ്റാണ്ട് കാലത്താണ് ലാഖ്, മൈഡു വംശക്കാർ ഉത്തര അറേബ്യയുടെ മിക്ക മേഖലകളുമൊക്കെ കീഴടക്കുകയും അവിടെ ഒരു രാഷ്ട്രം തന്നെ സൃഷ്ടിക്കുകയും ചെയ്യുന്നത്. അറേബ്യയുടെ ചക്രവർത്തി എന്ന നിലയിലാണ് ഇവരുടെ രാജാവ് ഭരണം നടത്തിയിരുന്നത് എന്നും പറയുന്നുണ്ട്. ഏതായാലും അറബിക് ഭാഷയുടെ വികാസത്തിനും അരാമിക്, സുറിയാനി ഭാഷകളിൽ നിന്ന് അറബി മേഖലകൾ സ്വതന്ത്രമാവുന്നതുമൊക്കെ ഇവരുടെ കാലത്താണെന്നും ചരിത്രകാരന്മാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ബൈസാൻഡിയം മേഖലകളുമായി സൗഹൃദത്തിൽ ജീവിച്ചിരുന്ന ഈ മേഖലകൾ മുസ്ലിം ആക്രമണങ്ങൾക്കിപ്പുറം ഇസ്ലാമിൻ്റെ ഭാഗവുമായി. ഉമയ്യദ് ഖാലിഫേറ്റിൻ്റെ ഒക്കെ കാലത്ത് അവരുടെ നിർണായക വിഭാഗമായി നിലനിന്നതും ഇവർ തന്നെയായിരുന്നു. ഇനി 5-ാം നൂറ്റാണ്ട് കാലത്ത് മെക്ക മേഖലകളിൽ അധികാരത്തിൽ വന്ന ഇബ്നു കിലാബാണ് അവിടെ ഖുറൈഷി ഭരണമൊക്കെ സ്ഥാപിക്കുന്നത്. വടക്കുള്ള മദീന മേഖലയുമായും അഥവാ യാസ്രിബുമായും തെക്കുള്ള മറ്റ് ഗോത്രങ്ങളുമായുമൊക്കെ ഇവർ സന്ധിയിലേർപ്പെട്ടതിനെ തുടർന്ന് ആ ഒരു കാലത്ത് ഈ മേഖലകളിലെ വ്യാപാരമൊക്കെ വർദ്ധിക്കുകയുണ്ടായി. അപ്രകാരം മക്ക, മദീന മേഖലകൾ വലിയ തോതിൽ തന്നെ വികസിക്കുകയും ചെയ്തു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഖുറൈഷികൾ ആ മേഖലയിൽ വലിയ തോതിൽ അഭിവൃദ്ധി പ്രാപിച്ച് നിലനിൽക്കുകയും ചെയ്തു. ഈ ഒരു കാലത്താണ് മുഹമ്മദ് നബി ജനിക്കുന്നത്. ഇനി ആ ഒരു കാലത്ത് അറേബ്യൻ ജനതയെ പൊതുവെ രണ്ടായിട്ടാണല്ലോ തിരിക്കാറുള്ളത്: പട്ടണവാസികളെന്നും മരുഭൂനിവാസികളായ ബദവികളെന്നും. ഒപ്പം മറ്റനേകം വിഭാഗങ്ങളും ഗോത്രങ്ങളുമൊക്കെ അവിടെ നിലവിലുണ്ടായിരുന്നു. ഏതായാലും ഇവരെയൊക്കെ ഇസ്ലാം മതത്തിന് കീഴിൽ ഒരുമിപ്പിച്ച് ചേർക്കുകയും അറേബ്യയിൽ ഒരു ഏകീകൃത ഭരണകൂടവും രാഷ്ട്രവുമൊക്കെ AD 7-ാം നൂറ്റാണ്ടിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുകൂടി പറയാം. ഇനി ഇസ്ലാം മതത്തിന് മുന്നേ അറേബ്യൻ മേഖലയിൽ ഉണ്ടായിരുന്ന മതങ്ങളെയും ദൈവങ്ങളെയും കുറിച്ചുകൂടി പറയേണ്ടതുണ്ടല്ലോ. പൊതുവെ അറേബ്യയിലെ ഗോത്രങ്ങളെല്ലാം തന്നെ
ബഹുദൈവ വിശ്വാസികളും വിഗ്രഹം ആരാധിക്കുന്നവരുമാണെന്നാണ് പറയുന്നത്. എന്നാൽ ഈ മേഖലയിലെ തന്നെ അമീർ ഗോത്രക്കാർ ഒരു ദൈവമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചവരാണെന്ന് കാണാവുന്നതാണ്. ആ ഒരു കാലത്ത് പലസ്തീൻ മേഖലകളിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള യഹൂദർ അറേബ്യയുടെ പല മേഖലകളിൽ ജീവിക്കുകയും മതപ്രചരണമൊക്കെ നടത്തുകയും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തു മതവും. റോമാ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാർ തന്നെ ഇതിന് വലിയ തോതിൽ സഹായങ്ങളും നൽകിയിട്ടുണ്ട്. ഇനി റോമാ സാമ്രാജ്യം അംഗീകരിച്ച ഔദ്യോഗിക ക്രിസ്തു മതത്തിലെ ആശയങ്ങളുമായി പൊരുത്തപ്പെടാൻ സാധിക്കാതിരുന്ന പല ക്രിസ്ത്യൻ ജനതയും അറേബ്യയിലൊക്കെ വന്നു ചേർന്നിരുന്നു. അപ്രകാരം പല ചിന്താഗതികൾക്കനുസൃതമായി നെസ്തോണിയൻ മതം, മാനിക്കേയ മതം തുടങ്ങി പലരും അവിടെ നിലവിലുണ്ടായിരുന്നു എന്നതും ചരിത്രമാണ്. ഇതിനൊപ്പം തന്നെ പ്രാചീന അറേബ്യൻ മതസങ്കല്പങ്ങളും ക്ഷേത്രങ്ങളും കൂടെ അവിടെ നിലവിലുണ്ടായിട്ടുണ്ട്. അപ്രകാരം അറേബ്യയിൽ നിലവിലുണ്ടായിട്ടുള്ള പ്രാചീന ദേവതാ സങ്കല്പങ്ങളെക്കുറിച്ചുകൂടി പറഞ്ഞു വയ്ക്കാം. അതിലൊന്നാണ് അൽ മനാത്ത് എന്നത്. മരണത്തിൻ്റെയും വിധിയുടെയും ദേവതയെന്ന നിലയിൽ ആരാധിക്കപ്പെട്ടിരുന്ന ഒരു ദേവതയാണിത്. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള വഴിയിൽ ഖുദായിദ് എന്ന സ്ഥലത്തുണ്ടായിരുന്ന ഒരു കറുത്ത കല്ലും അതിനോട് അനുബന്ധിച്ചുള്ള ക്ഷേത്രവുമായിരുന്നു അൽ മനാത്ത് ആരാധനയുടെ പ്രധാന കേന്ദ്രം. ഔസ്, ഹസ്രജ് തുടങ്ങിയ ഗോത്രവർഗ്ഗങ്ങൾ അൽ മനാത്തിനെ അവരുടെ പ്രധാന ദേവതയായി കരുതിയിരുന്നു. അല്ലാത്ത്, അൽ ഉസ എന്നീ ദേവതകളോടൊപ്പം മക്കയിലും അൽ മനാത്തിൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരുന്നു. എന്നാൽ പിന്നീടത് തകർക്കപ്പെടുകയും അൽ മനാത്തിനെ ആരാധിക്കുന്നത് നിരോധിക്കുകയുമുണ്ടായി. മറ്റൊരു ദേവതയായ അൽ ഉസ ശക്തിയുടെയും അധികാരത്തിൻ്റെയും പ്രതീകമായിരുന്നു. മക്കയിൽ നിന്നും തൈഫിലേക്കുള്ള വഴിയിലായിരുന്നു അൽ ഉസയുടെ ക്ഷേത്രമുണ്ടായിരുന്നത്. നാഖ്ല താഴ്വരയിലായിരുന്നു ഇതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നു. ബെദുവിൻ ഗോത്രങ്ങളിൽ മിക്കവരും അല്ലുസയെ ആരാധിച്ചിരുന്നു. അതുപോലെ ഖുറൈഷി, ഗുസ, ഗൻമ്, കിനാന, തക്കിഫ് തുടങ്ങി മറ്റു പല ഗോത്രങ്ങളും കൂടി ഈ ദേവതയെ യുദ്ധദേവത എന്ന നിലയിൽ ആരാധിച്ചിരുന്നു. സ്വർഗരാജ്ഞി എന്നും അല്ലുസ വിളിക്കപ്പെട്ടിരുന്നു. AD 630 ഈ ക്ഷേത്രവും തകർക്കപ്പെട്ടു. മറ്റൊരു ദേവതയായിരുന്നു അല്ലാത്ത് എന്നത്. അറബികളുടെ പുരാതന ദേവീ സങ്കല്പങ്ങളിൽ ഒന്നായിരുന്നു അല്ലാത്ത്. തൈഫിനടുത്തുള്ള വജ്ജ എന്ന സ്ഥലത്തായിരുന്നു ഈ ദേവിയുടെ പ്രധാന ക്ഷേത്രം എന്ന് പറയുന്നു. രോഗം വരുമ്പോൾ അല്ലാത്തിന് പ്രത്യേക പൂജകളൊക്കെ പലരും നടത്താറുണ്ടായിരുന്നത്രേ. ഇപ്പോഴും സിറിയൻ മേഖലകളിലൊക്കെ ഈ ഒരു ദേവതയെ കാണാവുന്നതുമാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ദൈവമായിരുന്നു ഹുബൽ എന്നത്. മക്കയിലെ കാബയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന വിഗ്രഹങ്ങളിൽ പ്രഥമ സ്ഥാനം ഹുബലിനായിരുന്നു. മെസപ്പൊട്ടോമിയയിൽ നിന്നാണ് ഹുബൽ വരുന്നത്. ഗുസൈമ എന്നൊരാളാണ് ഈ വിഗ്രഹത്തെ അവിടെ സ്ഥാപിച്ചത് എന്നാണ് ഐതിഹ്യം. ഖുറൈഷി വിഭാഗമൊക്കെ ഈ ദൈവത്തെ വലിയ തോതിൽ ആരാധിച്ചിരുന്നു. AD 630 ഇതും തകർക്കപ്പെട്ടു. അതുപോലെ തന്നെ ലോക ചരിത്രത്തിൽ എവിടെയും നാഗരികതകൾ സൃഷ്ടിക്കപ്പെടുമ്പോഴൊക്കെ അവിടെ പ്രകൃതിയും സൂര്യനും ചന്ദ്രനുമൊക്കെ ദൈവങ്ങളായി വന്നത് കാണാവുന്നതാണ്. അത് അറേബ്യയിലും ഉണ്ടായിരുന്നതായി കാണാവുന്നതുമാണ്. ഹുഗ എന്ന സ്ഥലത്ത് ദാദ് ബദാൻ എന്ന പേരിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ദൈവങ്ങളെ ആരാധിച്ചിരുന്നതായി കാണാവുന്നതാണ്. ഈ ക്ഷേത്രമൊക്കെ തകർക്കപ്പെട്ടു എന്നുകൂടി പറയേണ്ടതുണ്ട്. ഇനി ചന്ദ്രദൈവമായ സിൻഡയെയും അറബികൾ ആരാധിച്ചിരുന്നു. അതുപോലെ പ്രകൃതിയുമായും അല്ലാതെയുമൊക്കെ ആരാധിച്ചിരുന്ന ഒട്ടേറെ ദൈവങ്ങളെ നമുക്ക് അറേബ്യൻ മേഖലകളിൽ നിന്ന് തന്നെ കണ്ടെത്താനുമാവും. ഇത്തരത്തിൽ ഇസ്ലാമിന് മുൻപുള്ള അറേബ്യയിലെ മതങ്ങൾ എന്നത് ഓരോ മേഖലകളായി തിരിച്ചാൽ വൈവിധ്യപൂർണമായിരുന്നു എന്നുകൂടി പറയാവുന്നതാണ്.